ED ഇന്നലെ ആക്രമിച്ചതിനെതിരെ CBI അന്വേഷണം വേണം എന്നുള്ള നിലയിലേക്കാണ് കേന്ദ്ര സർക്കാർ നിൽക്കുന്നത്. കേരളത്തിലെ അന്വേഷണം കൊണ്ട് തൃപ്തിയല്ല. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ നേരിട്ട് അന്വേഷിക്കുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് EDയിൽ നിന്ന് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. EDയുടെ സെൻട്രൽ ടീം ക്യാപ്റ്റനായിട്ടുള്ള ഡൽഹിയിലെ ക്യാപ്റ്റൻ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും തമിഴ്നാട് കേന്ദ്ര കേഡറുകളിലെ ഓഫീസർമാരിൽ നിന്ന് റിപ്പോർട്ട് സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു കാരണം നാഷണൽ ചാനലൊക്കെ ഇത് കാണിച്ചായിരുന്നു. പിണറായി വിജയൻ്റെ കേസായതുകൊണ്ട്, നേരത്തെ ഫോർമർ CMൻ്റെ കേസായതുകൊണ്ട് നാഷണൽ ലെവലിൽ ഇത് വലിയ വാർത്തയായിരുന്നു. മാത്രമല്ല ഡൽഹിയിൽ MA ബേബിയുടെ നേതൃത്വത്തിലും ബിജു കൃഷ്ണൻ്റെയൊക്കെ നേതൃത്വത്തിൽ വലിയ സമരം നടന്നു. ബാംഗ്ലൂർ സമരം നടന്നു, തമിഴ്നാട്ടിൽ സമരം നടന്നു, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമരം നടന്നു. അതുകൊണ്ട് തന്നെ വലിയ ന്യൂസാണ് ഇന്നലത്തെ ED വിഷയത്തിൽ കിട്ടിയത്. കിട്ടിയപ്പോൾ തന്നെ പാർലമെൻറ്റിലും രാജ്യസഭയിലും ഒക്കെ ഇത് ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും പശ്ചിമ ബംഗാളിൽ ഇതുപോലൊരു ബഹളം ഉണ്ടായി. പക്ഷേ അത് അവസാനം CBI അന്വേഷണത്തിലേക്കാണ് പോയത്. അതുകൊണ്ട് കേരളത്തിൽ ഇന്നലെ നടന്ന വിഷയം CBIയുടെ അന്വേഷണത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തലം മാറുകയാണ്. കേരള പോലീസ് അന്വേഷിക്കുന്നിടത്ത് നിന്ന് മാറി CBI അന്വേഷിക്കുന്നിടത്തേക്ക് പോകുന്നു ഒരു വശത്ത്. രണ്ടാമത് കേരള ഹൈക്കോടതിയിൽ SIT വെച്ചിട്ടുണ്ടായിരുന്നു. ആ SIT ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കേസിൽ. അപ്പോൾ SITയെയും ചിലപ്പോൾ ഇനി അതിൻ്റെ പ്രവർത്തനത്തെ എങ്ങനെയാണ് കോടതി കാണുക എന്നറിയില്ല. EDയുടെ പ്രവർത്തനം നടക്കട്ടെ എന്ന് പറഞ്ഞ കോടതി ഇനി എന്താണ് EDയുടെ റിപ്പോർട്ട് വരുമ്പോൾ എന്താ ചെയ്യുന്നറിയില്ല. ചുരുക്കത്തിൽ എല്ലാം കൂടി കൊണ്ട് വരിഞ്ഞു മുറുക്കുന്ന പൊളിറ്റിക്കലായിട്ടും പേഴ്സണലായിട്ടും പിണറായി വിജയനെയും അല്ലെങ്കിൽ പിന്നെ വീണ വിജയനെയും ഒക്കെ വരിഞ്ഞു മുറുക്കുന്ന ഒരുപാട് നടപടികളുമായിട്ട് പോകുന്നു. പക്ഷേ പിണറായി വിജയൻ്റെയും മുഹമ്മദ് റിയാസ് പ്രത്യേകിച്ച് പറയുന്നു, ഈ വാപ്പ എത്ര വലിയ പെരുന്നാൾ ഉണ്ടതാണ്, വാപ്പയെ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വാപ്പയുടെ അത്ര പെരുന്നാൾ ഉണ്ടവർ ആരും ഇവിടെ കാണാനുമില്ല എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് എളുപ്പമല്ല കാര്യങ്ങൾ. പക്ഷേ വിവിധ തരത്തിലുള്ള കേസുകൾ നീങ്ങുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള അന്വേഷണം വരുന്നു. അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണം വന്നാൽ ED സ്ട്രോങ് ആയി നിന്നാൽ CBI അന്വേഷണം വരുമോ എന്നുള്ളതും ഒരു വലിയ വിഷയമാണ്. അപ്പോൾ ചുരുക്കത്തിൽ കേരളത്തിൽ ED റഡാറുമായി ഇങ്ങനെ നടക്കുകയാണ്. വലിയ പ്രശ്നമാണ് സംഭവിക്കാൻ പോകുന്നത്. വരുന്ന ദിവസങ്ങളിൽ വീണ വിജയനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അറസ്റ്റ് നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ പിണറായി വിജയൻ എന്തായാലും അറസ്റ്റ് ചെയ്യത്തില്ല, കാരണം അദ്ദേഹം കേസിൽ കക്ഷിയല്ലല്ലോ. അതേസമയം വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതിനകത്ത് കക്ഷിയാണ്. പണം വാങ്ങിയിട്ടുണ്ട്, വ്യക്തിപരമായി പണം വാങ്ങിയിട്ടുണ്ട്, പിന്നെ സർവീസ് കൊടുക്കുന്നതിന് പണം വാങ്ങിയിട്ടുണ്ട്, പലതരത്തിൽ പണം വാങ്ങി, വായ്പ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് വളരെ ഗൗരവമായ ഒരു ചർച്ച വരുന്നു എന്നുള്ളത് നമുക്ക് കാണാം. തീർച്ചയായിട്ടും ആരാണ് ഇതിൽ ജയിക്കുക എന്നിപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇതിനകത്ത് കുറച്ച് പൊളിറ്റിക്സും കൂടി കടന്നിട്ടുണ്ട്. UDFൻ്റെ പൊളിറ്റിക്സും BJPയുടെ പൊളിറ്റിക്സും CPMൻ്റെ പൊളിറ്റിക്സും എല്ലാ തരത്തിലുള്ള പൊളിറ്റിക്സും കൂടി ഇതിനകത്ത് കടന്നിട്ടുണ്ട്. ഇപ്പോൾ പിണറായി വിജയനെ CPMനെ ഒന്ന് തളർത്തിയിട്ടാൽ പ്രതിപക്ഷത്തിനെ തളർത്തുന്നതിന് തുല്യമാകുമോ എന്ന് UDFകാർ കരുതാം. ഈ CPMനെയും BJPയെയും തകർത്താൽ LDFനെയും തകർത്താൽ ആ സ്പേസിൽ കയറാൻ പറ്റുമോ എന്ന് രാജീവ് ചന്ദ്രശേഖരൻ BJP നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രസകരമായ രാഷ്ട്രീയമാണ് കേരളത്തിൽ നടക്കുന്നത്. അതിനിടയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കേന്ദ്ര ഗവൺമെൻറ് EDയെ മർദ്ദിച്ചത് ഗൗരവമായി അന്വേഷിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇപ്പോൾ 7 പേരാണ് അകത്തുള്ളത്, ബാക്കി 3 പേരെ കിട്ടും. കാരണം പിടിച്ചു കൊടുക്കാമെന്ന് പാർട്ടി ഒരു ഡിമാൻഡ് ഇന്നലെ വച്ചിരുന്നു. ഞങ്ങൾ അകത്ത് കയറി പിടിക്കേണ്ട, അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി 10ാമനായിട്ടുള്ള ആളുകളെയും ഇനിയും കാണാതുള്ള ചില ആളുകളുണ്ട്. 7 പേരെ കിട്ടിയിട്ടുള്ളൂ. 10 പേരിൽ 7 പേരെ കിട്ടില്ല, 2-3 പേരെ കിട്ടാനുണ്ട്. അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും CBI ഒക്കെ നടത്തുമോ? എന്തായാലും നമുക്ക് ഇതെല്ലാം വളരെ വലിയ വിഷയങ്ങളാണ്. ലാൻഡ് ഓർഡർ കയ്യിലെടുക്കുന്ന സമരങ്ങളും ഒക്കെ വരുന്നത് സുഖകരമല്ല. എന്തായാലും വളരെ വളരെ മനോഹരമായ ചില വാർത്തകളാണ് നമുക്ക് വരും ദിവസങ്ങളിൽ നമ്മെ കാത്തിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ EDയെ പിടിക്കാൻ ഇനി CBI വരുമോ?